കോളേജിൽ ജോലി നൽകാമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉറപ്പു നൽകിയെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന ജോലിക്കുള്ള ഉത്തരവായെന്ന് മന്ത്രി അറിയിച്ചതായും ഹർഷിന പറഞ്ഞു. മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ടതിന് ശേഷമാണ് ഹർഷിനയുടെ പ്രതികരണം. വിവരങ്ങൾ പങ്കുവയ്ക്കൽ അജ്മൽ ദിറാർ കൂടിയാണ് ചേരുന്നത്. അജ്മൽ, നമുക്കറിയാം ഹർഷിനയുടെ സമര രീതിയൊക്കെ നമ്മൾ അത്രത്തോളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇപ്പോഴിതാ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജോലിക്കുള്ള ഉത്തരവായെന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഹർഷിനെ അറിയിച്ചിരിക്കുകയാണ് അല്ലെ? ശ്രീനിധി, ഇപ്പോൾ ഈ 2017 നവംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ ഹർഷിനെയാണ് ഇന്നിപ്പോൾ തലസ്ഥാന നഗരിയിലെത്തി സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരനെയും കണ്ടിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ 1ാം LDF സർക്കാരിന്റെ കാലത്തും അതോടൊപ്പം തന്നെ 2ാം LDF സർക്കാരിന്റെ കാലത്തും നിരന്തരം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലുമൊക്കെ സമരം ചെയ്തിരുന്നെങ്കിലും അവരുടെ ആവശ്യങ്ങളോട് ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മുഖം തിരിച്ചിരുന്നു എന്ന ആരോപണമാണ് അവർ ഇന്നും മാധ്യമങ്ങളോട് ഉന്നയിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 3 ഉറപ്പുകൾ അവർ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന്, ഈ പറയുന്ന ആരോഗ്യപരമായ അവർ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടയ്ക്ക് ഇടയിലാണ് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് സംഭവിക്കുന്നതും വയറ്റിൽ കത്രിക കുടുങ്ങുന്നതും. അപ്പോൾ അതിന് കൃത്യമായ മതിയായ ചികിത്സാ സഹായം എന്നുള്ള നിലയിലുള്ള നഷ്ടപരിഹാരം സർക്കാർ അവർക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഹർഷിന എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ തകർന്നു വീഴാറായ ഹർഷിനയുടെ വീട് പുതുക്കി പണിയാൻ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഹർഷിന സമരസമിതിയോട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു സർക്കാർ സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉണ്ടാകുമെന്ന ഉറപ്പും സർക്കാർ ഹർഷിനയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹർഷിനയ്ക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനിടയിൽ അവർക്ക് ഒരു സർക്കാർ ജോലി കൂടി ആരോഗ്യ വകുപ്പിൽ ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കെ മുരളീധരനെ കണ്ട ശേഷം ആരോഗ്യമന്ത്രിയെ കണ്ട ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അവർക്ക് ആരോഗ്യമന്ത്രി ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇന്ന് വൈകിട്ട് തന്നെ അതിന്റെ അഡ്വൈസ് നിയമന മെമ്മോ ഇന്ന് തന്നെ വൈകിട്ട് തന്നെ കൈപ്പറ്റാനടക്കം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ്. ഏതായാലും ഹർഷിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ്. 100 ദിവസത്തിലധികം സമരം ചെയ്തിട്ടും കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനയോ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ ലഭിക്കാതിരിക്കുമ്പോഴും ഈ UDF സർക്കാരിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ ആവശ്യങ്ങളോട് സർക്കാർ അനുകൂല സമീപനമാണ് സ്വീകരിച്ചതെന്നത് ഹർഷിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ്. ശ്രീനിധി, ശ്രീ അജ്മൽ പറഞ്ഞതുപോലെ, അജ്മൽ, നമുക്കറിയാം ഹർഷിനയുടെ സമര രീതി കേരളം ഒട്ടാകെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള സമരം, ഒറ്റയാൾ പോരാട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഹർഷിനയ്ക്ക് ആശ്വാസമാകുന്ന ഇത്തരത്തിൽ ജോലി ലഭിക്കുന്ന ഉത്തരവ് വരുന്നു. നമുക്ക് ഹർഷിനയുടെ ഒരു പ്രതികരണം ലഭ്യമാണ്. ആ പ്രതികരണം കാണാം. വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും കാലം. പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴും ഇപ്പം എനിക്ക് ഉറപ്പ് തന്നു. എനിക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം എത്രയാണെങ്കിലും അത് തീർച്ചയായും നൽകുന്നു. പിന്നെ ചികിത്സ എത്രയായാലും അദ്ദേഹം നേരിട്ട് അത് നടത്തി തരുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ആരോഗ്യമന്ത്രിയെ കണ്ടു, ജോലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉറപ്പ് നമ്മൾ കൈ തന്നു. ഇപ്പോൾ ഓർഡർ അടിച്ചു, ഇപ്പോൾ തന്നെ കയ്യിൽ തരാമെന്ന് പറഞ്ഞ് എനിക്ക് എന്താ അറിയില്ല, സംസാരിക്കാൻ ആവുന്നില്ല സത്യം പറഞ്ഞ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.